ഹായ് ടീമേ, ഫോട്ടോച്ചിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവാനന്ദൻ ചേട്ടൻ്റെ കടയിൽ വരാതെ നമ്മൾക്ക് പോകാൻ കഴിയില്ല. കാരണം അവിടെ നിന്ന് അടിക്കുന്ന ഒരു മനോഹരമായ മണമുണ്ട് നമ്മുടെ മൂക്കിലേക്ക്. അതിനുള്ള കൂട്ടെല്ലാം എന്താണെന്ന് നമുക്ക് ശിവാനന്ദൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇവിടെ ഒരു തട്ടുകട പോലെ ഒരു കട നടത്തിക്കൊണ്ട് ശിവാനന്ദൻ ചേട്ടൻ വേറെ ഒന്നുമില്ല, ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ശിവാനന്ദൻ ചേട്ടൻ്റെ കയ്യിലുള്ളത്. അതെന്താണെന്ന് നമുക്ക് ശിവാനന്ദൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മനോഹരമായ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അത് നമുക്ക് ശിവാനന്ദൻ ചേട്ടൻ ചോദിക്കാം. എന്താണ് ശിവാനന്ദൻ ചേട്ടൻ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണ് ഇത് പറയുന്നത്? ഇത് കരിപ്പറ്റി ശർക്കര ചായയാണത്. ഓക്കെ, ആദ്യമേ ഈ ചെമ്പ് പാത്രത്തിലാണ് ഉണ്ടാക്കണം. അതിന്റെ ഒരു എഫക്ട് വേറെ. ഓക്കെ ഓക്കെ. ഇതിന് ഇഞ്ചി അരച്ചതും ചതക്കുപ്പ എന്നൊരു ആയുർവേദ ഐറ്റംസ് ഉണ്ട്, അതങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. പുതിന, പിന്നെ മല്ലി, കൊത്തമല്ലി, പിന്നെ ചായപ്പൊടി ചേർക്കാറുണ്ട്. അപ്പൊ അതൊക്കെ തൊണ്ടവേദനയൊക്കെ മാറാനുള്ള ഒരു ഔഷധമാണ്. ഇത് പല ഐറ്റംസ് ഞാൻ പറഞ്ഞെങ്കിലും 5 കൂട്ടേ ചേർക്കാറുള്ളൂ. അത് സിസ്റ്റമാണ്, 5 എന്നൊരു സിസ്റ്റമാണ്. അതിനെക്കാട്ടും മേലായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉള്ളത് വിപരീതമായിട്ട് മാറും. എത്ര വർഷമായി കട നടത്താൻ വേണ്ടി? എത്ര വർഷമായി? 18 കൊറോണ കാലത്ത് ഇവിടെ കൊറോണ കാലത്ത് വന്നതാണല്ലോ. എവിടെ നാട്? ഇവിടെ കൊച്ചിക്കാരൻ തന്നെയാണ്. സംസാരത്തിൽ അല്പമൊക്കെ വ്യത്യാസം, അല്ല സംസാരത്തിൽ എന്തോ വ്യത്യാസം പോലെ അതുകൊണ്ടാണ്. നമ്മൾ ഈ കൊങ്ങിണി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ കുടുംബത്തൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ കൊങ്ങിണിയാണ്. അതുകൊണ്ട് അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എപ്പോഴും നമ്മൾ ഫോട്ടോ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടക്ക് ചുറ്റും മാത്രം ഒത്തിരി ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൽ വെറൈറ്റി ആയിട്ട് വേറെ കുറെ ഐറ്റംസുകളുണ്ട്. ഇതുണ്ട്, കട പാത്രത്തിൽ നിറച്ച് ഓരോ ഐറ്റംസ് വെച്ചിരിക്കുകയാണ്. പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം. ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു സുഖം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ, അതുമാത്രമല്ല ഇതിന്റെ വാതിൽക്കൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ മണം അങ്ങനെ മൂക്കിലൂടെ നമുക്ക് ഇരച്ച് കയറും. ഒന്ന് വന്ന് ചായ കുടിക്കാൻ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അത്ര മനോഹരമായ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കടന്നു വന്ന് ഫോർട്ട് കൊച്ചി ഏരിയയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാതെ പോയവർ ചുരുക്കമായിരിക്കും. എങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ കയറി ഇതിൻ്റെ ഒരു ടേസ്റ്റ് നുകർന്നതിന് ശേഷം നിങ്ങൾ കടന്നു പോകണം. പല പല സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഒറ്റക്കാണ്, ഇതെല്ലാം ചെയ്യുന്ന ഒറ്റക്കാണ്. എങ്ങനെ കുടുംബക്കാരൊക്കെ കൂടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ല? എല്ലാം വൈഫൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ? ഇതെല്ലാം നമ്മള് മസാല കപ്പലണ്ടി, കടലമാവ് കോട്ട ചെയ്ത് ഉണ്ടാക്കുന്നത്. എന്റെ ഒരു വിദഗ്ധമാണ്. പോലും ഒട്ടാണ്ട് ഒട്ടാണ്ടിരിക്കുമല്ലോ എല്ലാ വ്യത്യാസം. ഇതിന്റെ ശരിക്കുള്ള പേരെന്താ? ഇഞ്ചി ചായ ഞാൻ പറയണേ. ഇതിലേ വന്ന് പല ആൾക്കാർ പല പേരിലൊക്കെ അറിയപ്പെടും. സുലൈമാനി എന്ന് പറയോ, അല്ലെങ്കിൽ കാവ എന്ന് പറയും. ഓക്കെ ഓക്കെ, 2-3 ഐറ്റംസ് പേരുണ്ട്. കാവ എന്ന് പറയും, സുലൈമാനി എന്ന് പറയും, ഇഞ്ചി ചായ എന്ന് പറയും, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ തൊണ്ടയ്ക്ക് ഇതുപോലെ സുഖം കിട്ടുന്ന മറ്റൊരു സാധനം നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. പിന്നെ ഈ സംഭവം ഈ കണ്ടിച്ചേമ്പ് വറുത്താണ്ട് ടീമേ, കണ്ടിച്ചേമ്പ് വറുത്താണ് ഈ കുപ്പിയിൽ നിറച്ച് വെച്ചിരിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോകുള്ളൂ. അപ്പം നമ്മൾ വീഡിയോ എടുക്കണേ, അതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടക്കപ്പ, ഓക്കെ ഓക്കെ. വാട്ടക്കപ്പ വറുത്തതുണ്ട് ഇവിടെ. വാട്ടക്കപ്പ വറുത്തല്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടാത്ത കുറെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. तुम्हारे घर किधर है? बिहार का आदमी का बोलेगा अच्छा चाहिए, ठीक है. അപ്പോൾ ഓക്കെ, താങ്ക് യു സദാനന്ദൻ ചേട്ടാ. ഓക്കെ, വരുന്നവരെ ഗൈസ്, നിങ്ങൾ കടന്നു വരുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ബീച്ചിനടുത്തുള്ള കടയാണിത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, വന്ന് ആസ്വദിക്കുക. ഓക്കെ, ബൈ ബൈ, സി യു. അടുത്ത വാർത്തയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.